പത്മകുമാർ എന്ന് പറയുന്നത് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. വളരെ പ്രമുഖനായ ഒരു നേതാവാണ് പത്തനംതിട്ട ജില്ലയിലെ, ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട ജില്ലയിൽ. അതുതന്നെ വാസു CPM-ന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായപ്പോൾ പത്മകുമാർ, അന്ന് പ്രസിഡന്റായിരുന്ന പത്മകുമാർ അതിനെതിരായിരുന്നു. അങ്ങനെ ചെയ്യരുത് എന്ന അഭിപ്രായക്കാരനായിരുന്നു. അപ്പോൾ പ്രസിഡന്റിനെ മറികടന്നുകൊണ്ട് അന്ന് കമ്മീഷണറായിരുന്ന വാസുവിനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീകളെ, യുവതികളെ സന്നിധാനത്തിൽ എത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. അതിലവർ വിജയിക്കുകയും ചെയ്തു. രണ്ടുപേര് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സഹായത്തോടെ, അവരൊക്കെ ഈ നാടകത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളാണ്, അവരുടെയൊക്കെ സഹായത്തോടെ ഇവരെ സന്നിധാനത്തിൽ എത്തിച്ചു. അന്ന് തന്ത്രിയാണൊരു ശക്തമായ നിലപാടെടുത്തത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ശബരിമല ക്ഷേത്രം പൂട്ടി സ്ഥലം വിടുമെന്ന് പറഞ്ഞപ്പോഴാണ് ഗവൺമെന്റിന് കാര്യബോധം ഉണ്ടായത്. അതൊരു പഴയ കഥ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഈ രണ്ട് പ്രമുഖ നേതാക്കളെ അറസ്റ്റിലായി ജയിലിൽ അഴിയെണ്ണി കഴിയുന്ന ഈ രണ്ടുപേർക്ക് എങ്ങനെയെങ്കിലും ജാമ്യം വാങ്ങിക്കൊടുക്കണം. ഏത് വിധേനയെങ്കിലും അവരെ ജാമ്യത്തിൽ പുറത്തു കൊണ്ടുവരണം. അത് കഴിഞ്ഞാൽ CPM-ന്റെ ഈ പ്രചണ്ഡമായ പ്രചാരണ സംവിധാനമുണ്ടല്ലോ, PR വർക്ക്, അതുപയോഗിച്ച് അവരെ വെള്ളപൂശിയെടുക്കാം എന്നാണ് ഇപ്പോൾ CPM കരുതുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ഉദ്യോഗസ്ഥന്മാരുടെ സഹായവും ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്നുണ്ടെന്നാണ് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത്.